ഈ ശബ്ദവീതിയുടെ ശ്രവണ പരിധിയിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരാകുന്ന ദേശനിവാസികൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ ഈ ധരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. സുവിശേഷം എന്താണെന്നുമായി ഈ ദേശത്ത് കടന്നു വന്ന് സ്നേഹ സന്ദേശം ഒരു പ്രാവശ്യം കൂടെ ദേശത്തോട് അറിയിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ യാത്രാമധ്യയിൽ ഒരു വെള്ളക്കാരനാകുന്ന സായിപ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഈ കമ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങണം. ഇത് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യുവാനുള്ള കമ്പാർട്ട്മെന്റ് അല്ല, മറിച്ച് വെള്ളക്കാരായ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള കമ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ നിന്ന് താങ്കൾ ഇറങ്ങണമെന്ന് പറഞ്ഞു ആ ട്രെയിൻ ഒരു സ്റ്റേഷൻ വന്നു നിന്നപ്പോൾ മഹാത്മാഗാന്ധിയെ ആ ട്രെയിനിന്റെ ബോഗിയിൽ നിന്നും ആ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ചവിട്ടി താഴെ ഇടുവാൻ കവണമിടയായി. ചവിട്ടുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ വീണ മഹാത്മാജിയുടെ അടുക്കിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി യാത്രികൾ അവരോടിക്കൂടിയിട്ട് യാത്രക്കാർ ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, അങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഈ ചോദ്യം ഇങ്ങനെ മഹാത്മജിയോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാത്മജി തിരിഞ്ഞ് ആ ട്രെയിനിനകത്തിലെ ബോഗിക്കുള്ളിൽ നിൽക്കുന്ന ആ കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന വെള്ളക്കാരനോട് ചോദിക്കുകയാണ്, അല്ലയോ സ്നേഹിത, താങ്കളുടെ കാലിൽ എന്തെങ്കിലും പറ്റിയോ? ഈ ചോദ്യം കേട്ട് ചുറ്റുപാടുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ പെട്ടെന്ന് സ്തബ്ധരായിട്ട് മഹാത്മയോട് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, ആ വെള്ളക്കാരൻ ചവിട്ടിയത് അങ്ങാണ് നിലത്ത് വീണത്, പിന്നെ എന്തുകൊണ്ട് അങ്ങ് അദ്ദേഹത്തോട് ചോദിക്കുന്നു താങ്കളുടെ കാലിന് വല്ലതും പറ്റിയോ എന്ന്? അപ്പോൾ മഹാത്മജി പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയരെ, ഞാൻ അങ്ങനെ ചോദിക്കുവാൻ ഒരു കാര്യമുണ്ടായി. കുറച്ചു നാളുകൾ കൊണ്ട് ഞാനൊരു ബുക്ക് പഠിക്കുന്നുണ്ട്. അതിന്റെ പേര് ബൈബിൾ എന്നാണ്. ആ ബൈബിളിൽ പുതിയ നിയമം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് സുവിശേഷം എന്ന് പറയുന്ന ചില ബുക്കുകൾ അടങ്ങിയിരിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗം ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോൾ അവിടെ ഒരു ഗുരുവിനെ പറ്റി എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയായി. ആ ഗുരു ഇപ്രകാരം തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അവരോട് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കൽ എന്നെ വല്ലാതെ ടച്ച് ചെയ്യുവാൻ തക്കവണ്ണമിടയായി. അതിപ്രകാരമാണ് ആ ഗുരു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഒരുവൻ തന്റെ ഒരു കരണത്തടിച്ചാൽ നിന്റെ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ല ഗുരുവിനെ അതിൽ കാണുവാൻ തക്കവണ്ണമിടയായി. ആ ഗുരുവിനെ പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണമിടയായി. പ്രിയരെ, മഹാത്മാഗാന്ധി പറഞ്ഞ ആ ഗുരു ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം മഹാത്മാഗാന്ധിജി പറഞ്ഞ ഗുരു, താൻ പറഞ്ഞത്, താൻ പഠിക്കുന്നത് ആരെ പറ്റി എന്ന് ചോദിച്ചാൽ മഹാത്മജി പറഞ്ഞു, ഞാൻ പഠിച്ചതൊരു സുവിശേഷം എന്ന പുസ്തകം. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങളും സുവിശേഷത്തിന്റെ വ്യക്താക്കളായി വന്നിരിക്കുക. അങ്ങനെയെങ്കിൽ ഗാന്ധിജി പറഞ്ഞ ആ സുവിശേഷം എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയാം, എന്താണ് സുവിശേഷം? പൗലോസ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം വിവക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമുണ്ട്, എന്താണ് സുവിശേഷം? ദേശമേ കേൾക്കാൻ, സുവിശേഷം എന്താണ്? സുവിശേഷം ഒരു ജാതിമത പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്താക്കളായി മാറുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രത്യയ ശാസ്ത്രമല്ല സുവിശേഷം. സുവിശേഷം ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു പ്രത്യയ ശാസ്ത്രമല്ല. സുവിശേഷം ഒരു രാഷ്ട്രീയ
പ്രസംഗമല്ല. പിന്നെന്താണ് സുവിശേഷം? സുവിശേഷം സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശം. അങ്ങനെയെങ്കിൽ ഗാന്ധിജി പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാനൊരു ഗുരുവിനെ കണ്ടെത്തിയെന്ന്. അങ്ങനെയെങ്കിൽ ആരാണ് ആ ഗുരു? എന്താണ് ആ ഗുരുവിന്റെ സന്ദേശം? പ്രിയരെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയാം, ഗാന്ധിജി പറഞ്ഞ ആ ഗുരു ആകുന്നു ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷത്തിലെ കാമ്പും അകക്കാമ്പുമാകുന്ന വ്യക്തി. അത് മറ്റാരുമല്ല. എന്താണ് സുവിശേഷം? കേട്ടുകൾക്ക് ദേശമേ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ ചോദിക്കാം, സുവിശേഷം ഇവിടെ വന്ന് പറയേണ്ട കാര്യം എന്താണ്? യേശുവിനെ പറ്റി ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കാം. പ്രിയരെ, യേശുക്രിസ്തുവിനെ പറ്റി ഉലകത്തോട് വിളിച്ചു പറയുവാൻ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാരണം യേശുക്രിസ്തുവിനെ അറിയാത്തൊരു കാലഘട്ടം ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഭവിച്ച വിപത്തുകളിൽ നിന്നും വിടുവിക്കുവാൻ ഞങ്ങൾ ആശ്രയിച്ച പലതിനും കഴിയാതിരുന്നപ്പോൾ ഞങ്ങളെ വിടുവിച്ചതാണ് യേശുക്രിസ്തു. അപ്പോൾ ചോദിക്കാം, നിങ്ങൾ എങ്ങനെയുള്ള ജീവിതത്തിലൂടെ മുൻപോട്ട് പോയിരുന്നത്? പ്രിയരെ, ആ ജീവിതം, ആ കാലഘട്ടം ഇപ്പോൾ നമ്മുടെ അടുക്കലും ഓടി വന്ന് നമ്മുടെ വീടിന്റെ വാതിക്കലൊക്കെ വന്ന് നിൽക്കുക. ആ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമ്മൾ നമ്മുടെ പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും അതുപോലെയുള്ള നവമാധ്യമങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. വീട്ടിൽ TV മേടിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കും, മക്കളെ, നിങ്ങൾ സിനിമ കാണണ്ട, മറ്റു കാര്യങ്ങളൊന്നും കാണണ്ട, വാർത്തകൾ മാത്രം കാണുക എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ചൊരു കാലഘട്ടം. എന്നാൽ ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ, നിങ്ങൾ TV കാണുമ്പോൾ സിനിമയോ കാർട്ടൂണോ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കണ്ട, പക്ഷേ നിങ്ങൾ വാർത്ത മാത്രം കാണരുത്. അതെന്താ അങ്ങനെ പറയുന്നത്? പ്രബുദ്ധരായ മലയാളികളോട് ചോദ്യം ഞാൻ ചോദിക്കാം, എന്തുകൊണ്ട് തലമുറകളോട് നിങ്ങൾ വാർത്ത കാണല്ലെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമേ ഒന്നേ ഉള്ളൂ. കുടുംബസമേതം ഇരുന്നു കൊണ്ട് കേൾക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള മ്ലേച്ഛമാകുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രിയരെ, ഇതിന്റെ ആരംഭ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇതേ ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയവരാണ് ഞങ്ങൾ. എന്താണ് വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ? പൈശാചികവും മൃഗീയവുമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം തലമുറകൾ. നോക്കിയേ, അപ്പനെ സ്നേഹിക്കുവാൻ കഴിയാത്ത മക്കൾ, മക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത അപ്പനമ്മമാർ, ഇന്ന് വേണ്ട പലവിധമാകുന്ന പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെയായി മാറുന്നു? ഇങ്ങനെയായി മാറുന്ന മനുഷ്യനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ പറയും മൃഗം, ഇതിനേക്കാളും വിവരമുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ മാറ്റത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. അങ്ങനെ വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ മൃഗത്തെക്കാൾ അധമനായി മാറിക്കൊണ്ട് സ്വന്തം തലമുറയെ പിച്ചിച്ചീന്തുന്ന പിതാവായി മാറിക്കൊണ്ട് കൊച്ചച്ഛന്മാരും വല്യച്ഛന്മാരും സഹോദരങ്ങളും മുത്തച്ഛന്മാരുമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വന്നെടുത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ ലോകത്തിൽ സംഭവിക്കുന്നു? ലോകത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ചിലർ പറയും അത് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിപ്പോ എന്ന് പറയുന്നവരെ പലരെ കേൾക്കാം. പണത്തിന്റെ കുറവ് കൊണ്ട് സംഭവിച്ചു പോകുന്നു. പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ കഴിഞ്ഞ 30 വർഷത്തെ ആ ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും 2026 നമ്മൾ ഇന്ന് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയില്ലേ? മാതാപിതാക്കൾക്ക് ലഭ്യമാകാത്ത വിദ്യാഭ്യാസം തലമുറകൾക്ക് നൽകുവാൻ തക്കവണ്ണമിടയായി. എന്റെ നാട് ഹരിപ്പാടാണ്. ഹരിപ്പാടിനടുത്ത് കായംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കായംകുളം നിങ്ങൾക്കെല്ലാം അറിയാം. കായംകുളത്തൊന്നും ഇപ്പോൾ ഒരു നിയുക്ത മന്ത്രി വന്നിട്ടുണ്ട്, M. ലിജു. എന്റെ നാട്ടുകാരനാണ്. പ്രിയരെ, ആ M. ലിജു പ്രതിനിധീകരിക്കുന്ന
ആ മണ്ഡലമാകുന്ന കായംകുളത്ത് ഒരു ദാരുണ സംഭവം നടക്കുവാൻ തക്കവണ്ണമിടയായി. എന്ത് ചോദിച്ചാൽ, ഒരു 2 നില വീട്, ബഹുനില വീടിൽ ഒരു വലിയ സൗണ്ട് കേൾക്കുക. അലമുറയിട്ടുകൊണ്ട് കരയുന്ന 2 ശബ്ദങ്ങൾ. ഒന്നൊരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും ശബ്ദം കേട്ടുകൊണ്ട് അയൽവാസികൾ ഓടിച്ചെന്ന് ഈ വീടിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ വീടിന്റെ 2ാമത്തെ നിലയിലെ ബാൽക്കടയിൽ അവിടുത്തെ മകൻ നിൽപ്പുണ്ട്. അവന്റെ ജോലി എന്തെന്നറിയാമോ? LLB പഠിച്ച് വക്കീലായി ജോലി ചെയ്യുന്ന ഒരു മാന്യനാകുന്ന സഹോദരൻ. ആ മാന്യനാകുന്ന സഹോദരൻ ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ റോഡിൽ വന്നു നിന്നുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത്, എന്താ മാനെ പറ്റിയെന്ന് പറയുമ്പോൾ കഴുത്തിൽ വെട്ടേറ്റുകൊണ്ട് ഒരു സ്ത്രീ ഓടി വന്ന് ഈ ജനത്തിന്റെ മുൻപിൽ വീഴുകയോ. കാര്യമെന്തെന്നറിയാമോ? മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം മൂലം സുബോധം നഷ്ടപ്പെട്ടവനായി വക്കീലായി ജോലി ചെയ്യുന്ന മനുഷ്യൻ അപ്പനെയും അമ്മയെയും വെട്ടിക്കൊല്ലുവാൻ തക്കവണ്ണമിടയായി. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? ധനമില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ ആയി മാറുന്നു? മനുഷ്യരിങ്ങനെ ആയി മാറുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ലോകത്തെ മുച്ചൂട് പിടിക്കുന്ന മദ്യവും മയക്കുമരുന്നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരത്രേ പാപം. പ്രിയരെ, ആ പാപം വന്നാൽ മനുഷ്യരിങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലോകത്തിൽ. സ്വന്തം കുഞ്ഞിനെ പിച്ചു ചീന്തുന്ന പിതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? സ്വന്തം കുഞ്ഞിനെ തന്റെ സുഖത്തിന് വേണ്ടി കടലോരങ്ങളിലും തെരിക്കോടുകളും വലിച്ചെറിഞ്ഞ് കരിങ്കൽ ഭിത്തികളിൽ തള്ളിക്കൊല്ലുന്ന മക്കളെ നമ്മൾ കാണുന്നില്ലേ? വിശുദ്ധ ബൈബിൾ വിളിച്ചു നോക്കിയ ചോദ്യമുണ്ട്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുവാൻ അമ്മയ്ക്ക് കഴിയുമോ? കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ചോദ്യം ചോദിച്ചാൽ എല്ലാവരും പറയും, ഹോ, മാതൃസ്നേഹം എത്രയോ വലിയ സ്നേഹമാണ്. നൊന്തു പ്രസവിച്ച കുഞ്ഞുങ്ങളെ പറ്റി വേവലാതിപ്പെടാത്ത മാതാക്കളുണ്ടോ എന്നുള്ള ചോദ്യം നമ്മളോട് തിരിച്ചു ചോദിക്കുമെന്നാൽ ഇന്ന് ആ ചോദ്യം ചോദിച്ചാൽ പറയോ, മാതാപിതാക്കൾക്കല്ല, മാതാവിന് മക്കളെ പറ്റിയുള്ള ബോധ്യമില്ലാതെ മക്കളെ കൊന്നുതള്ളുന്ന മാതാക്കളുണ്ടെന്നുള്ള തെളിവ് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപമെന്ന പൈശാചിക ശക്തി മനുഷ്യനെ വേട്ടയാടി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപ് ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു സുവിശേഷത്തിന്റെ സദ്വർത്തമാനമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടം മുൻപേ ഉണ്ടായിരുന്നു. പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു കാലഘട്ടത്തിൽ ഒരു വഴിയെ പോയ ഒരു വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാനും. അങ്ങനെ ആ കാലഘട്ടത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അതിന്റെ വേറൊരു വേർഷനിലൂടെ കടന്നുപോയവരാ ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനെ കടന്നുപോയപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ കടന്നുപോയെന്ന് ചോദിച്ചാൽ, ദൈവമാരെന്നറിയാതെ, ദൈവത്തെ അറിയാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ യൗവനമൊക്കെ ഇങ്ങനെ കളിച്ചു രസിച്ച് നടക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ ചേർ വന്നിട്ട് പറഞ്ഞു, പ്രിയരെ, നിങ്ങൾ നോക്കുക സഹോദരന്മാര്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടല്ലോ. നമ്മുടെ ലോകം സമാധാനമില്ലാത്ത ലോകമാണ്. ആ ലോകത്ത് സമാധാനം വരുത്തണം. അങ്ങനെ ലോകത്തിന് സമാധാനം വരുത്തുവാൻ നമ്മൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ചിലർ ഞങ്ങളുടെ അടുക്കൽ വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സമീപത്തിന് പറഞ്ഞു, ലോകത്തിന് സമാധാനം വരുത്തുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്, അത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ നിങ്ങളെ അതിന്റെ